ഹായ് ഓൾ വെൽക്കം ടു ടെക് പി എസ് സി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റുകൾ എന്താണ്, അതായത് ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു ബിഗിനർ, ഒരു കേരള പി എസ് സി എക്സാമിന് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഒരു സിലബസ് കാണുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം എന്നതിനെ പറ്റി അവർക്ക് ഒരു കറക്റ്റ് നോളേജ് ഉണ്ടായിരിക്കത്തില്ല. എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് അത്യാവശ്യം ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ ഒരു സിലബസ് കണ്ടു കഴിഞ്ഞാൽ അത് ഡിപ്ലോമ ലെവലിലുള്ള എക്സാം ആണെങ്കിൽ, ബിടെക് ലെവലിലുള്ള എക്സാം ആണെങ്കിൽ അത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ കൺസെപ്റ്റുകൾ പഠിക്കണം എന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡിപ്ലോമ ലെവലിലെ എക്സാമിന് നമ്മൾ ഗേറ്റ് ലെവലിൽ ബിടെക് ലെവലിലേക്ക് കുറെ പുസ്തകങ്ങൾ എടുത്ത് പഠിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എക്സാം ക്ലിയർ ചെയ്യണമെന്നില്ല. അപ്പൊ ഡിപ്ലോമ ലെവലിൽ തന്നെ എന്തെല്ലാം കൺസെപ്റ്റ് ഓരോ ടോപ്പിക്കിലും മെയിൻ ടോപ്പിക്സ് ആയിരിക്കും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ കാണും. അപ്പൊ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഏതൊക്കെ പഠിക്കണം അതിനെ പറ്റിയൊക്കെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ലഭിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് സെമി കണ്ടക്ടർ ഡയോഡ്സ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. മെയിൻ ആയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബാൻഡ്സ്, ഇനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഡോപ്പിംഗ്, പി ആൻഡ് എൻ ടൈപ്പ്, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ്. ദെൻ പി എൻ ജംഗ്ഷനിൽ ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട് വരുന്നുണ്ട്, ഡിപ്ലീഷൻ ലെയർ, പൊട്ടൻഷ്യൽ ബാരിയർ, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ്, ബ്രേക്ക് ഡൗൺ, സെനർ ആൻഡ് അവലാഞ്ചി. ദെൻ ക്യാരക്ടറിസ്റ്റിക്സിൽ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റെസിസ്റ്റൻസ്, ഡി സി ലോഡ് ലൈൻ അനാലിസിസ്. ഇതിന് ആപ്ലിക്കേഷൻസ് വരുന്നത് പവർ ഡയോഡ് ഉണ്ട്, സെനർ, വാരക്ട്, ടണൽ ഡയോഡ്സ്, റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, ബ്രിഡ്ജ്, ദെൻ കപ്പാസിറ്റർ ഫിൽറ്റർ, സെനർ റെഗുലേറ്റർ സർക്യൂട്ട്സ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ നോക്കണം? എനർജി ബാൻഡ് തിയറി സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റുകൾ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ്, ഫോർവേഡ് ആൻഡ് എനർജി ഗ്യാപ്പ്, ഫെർമി ലെവൽ ആൻഡ് റീകോമ്പിനേഷൻ കൺസെപ്റ്റ്, കാരിയർ മൊബിലിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി അറിയണം. ദെൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് കാരിയേഴ്സിൽ നമ്മൾ കാരിയറിന്റെ കോൺസെൻട്രേഷൻ, ഡോണർ ആൻഡ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ്, പെന്റാവാലൻ ആൻഡ് ട്രൈവാലൻ ഡോപ്പിങ്ങിനെ പറ്റി അറിയണം. ചാർജ് ന്യൂട്രാലിറ്റി ആൻഡ് അയണൈസേഷൻ കൺസെപ്റ്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ പി ആൻഡ് എൻ ടൈപ്പ് കാരിയറിൽ നമ്മൾ അക്സെപ്റ്റർ ആറ്റംസിനെ പറ്റിയും ഡോണർ ആറ്റംസിനെ പറ്റിയും ഹോൾ ആൻഡ് ഇലക്ട്രോൺ കണ്ടക്ഷൻസ്, മെജോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ, മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ ജംഗ്ഷൻ ഫോർമേഷനകത്ത് പി എൻ ജംഗ്ഷൻ വരുന്നുണ്ട്. അതിൽ സ്പേസ് ചാർജ് റീജിയൻ, ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ, ഇക്വിലിബ്രിയം എനർജി ബാൻഡ്സ്, ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഇതൊക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ദെൻ ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷനിലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി, മൊബിലിറ്റിയുടെ കൺസെപ്റ്റ്, കറണ്ട് ഡെൻസിറ്റി, ഐൻസ്റ്റീൻ റിലേഷൻ, കാരിയർ ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ഒക്കെ നോക്കി പോകണം. ദെൻ ഡെപ്ലീഷൻ പ്രോപ്പർട്ടീസ് ആൻഡ് ബയാസിംഗിലെ ഡിപ്ലീഷൻ ആൻഡ് ബാരിയേഴ്സ്, ഡിപ്ലീഷൻ വിഡ്ത്ത് വേരിയേഷൻ, ബാരിയർ ഹൈറ്റ് പ്രൊഫൈൽസ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ബാരിയർ ബയാസ് വേരിയേഷൻ. ദെൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിൽ നമ്മൾ കട്ടിംഗ് ആൻഡ് നീ വോൾട്ടേജ്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ലീക്കേജ് കറണ്ട് മെക്കാനിസം, ഡിപ്ലീഷൻ ലെയർ എക്സ്പാൻഷൻ, ബ്രേക്ക് ഡൗൺ മെക്കാനിസത്തിൽ ഇമ്പാക്ട് അയണൈസേഷൻ, ക്വാണ്ടം ടണലിംഗ് ഇഫക്ട്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ്, തെർമൽ റൺ അവേ, വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ ഷോക്ട്ലി ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ, ഫോർവേഡ് ഓർ റിവേഴ്സ് റീജിയൻ കർവ്, ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, സ്മോൾ സിഗ്നൽ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഡയോഡ് റെസിസ്റ്റൻസ് ആൻഡ് പവർ ഡയോഡിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റെസിസ്റ്റൻസിൽ എ സി വർസസ് ഡി സി റെസിസ്റ്റൻസ്, ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ്, സ്ലോ ഓഫ് കാൽക്കുലേഷൻ, സ്മോൾ സിഗ്നൽ മോഡലിംഗ്. ദെൻ പവർ ഡയോഡ്സ് വരുമ്പോൾ റിവേഴ്സ് റിക്കവറി ടൈം, സ്വിച്ചിങ് ആൻഡ് കണ്ടക്ഷൻ ലൂപ്സസ്, തെർമൽ മാനേജ്മെന്റ് ആൻഡ് ഹീറ്റ് സിങ്സ്, സർജ് കറന്റ് കാപ്പബിലിറ്റി. ദെൻ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് സെനർ ഡയോഡ്, വാരക്ടർ ഡയോഡ് ഒക്കെ. അതിൽ നമ്മൾ അതിന്റെ ഡോപ്പിംഗ് പ്രൊഫൈൽസ്, ഡൈനാമിക് ഇംപിഡൻസ് ബൗണ്ട്സ്, നീ കറന്റ് ആൻഡ് പവർ റേറ്റിംഗ്, ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി റേഞ്ചസ്. വാരക്ടർ ഡയോഡ് വരുമ്പോൾ വോൾട്ടേജ് കൺട്രോൾഡ് കപ്പാസിറ്റൻസ് ആണ്. capacitance tuning variations, electronic tuning circuits, resonant and RF applications related concepts ഒക്കെ നോക്കി വെക്കണം. Then tunnel diode quantum tunneling phenomena, negative resistance region, peak and valley current metrics, microwave range application. Then DC load analysis വരുമ്പോൾ load line equations, operating or Q point selection, graphical circuit constraints, Q point temperature stability. Then വരുന്ന basic rectifiers ആണ്. half wave rectifiers ഉം full wave rectifiers എന്ന് മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ എല്ലാം ആവറേജ് ആൻഡ് RMS വോൾട്ടേജ്, റിപ്പിൾ ഫാക്ടർ, ഫോം ഫാക്ടർ കൺസെപ്റ്റ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. ദെൻ ഫുൾ വേവ് വരുന്ന കേസിൽ സെന്റർ ടാപ്ഡ് കോൺഫിഗറേഷൻ, റിപ്പിൾ ഫ്രീക്വൻസി, എഫിഷ്യൻസി കമ്പാരിസൺ, ഫോം ആൻഡ് റെഗുലേഷൻ ഫാക്ടേഴ്സും. ബ്രിഡ്ജ് റെക്ടിഫയേഴ്സിൽ വരുമ്പോൾ ഫോർ ഡയോഡിന്റെ കോൺഫിഗറേഷൻസ്,
PIV optimization benefits, alternating current path, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടറിന്റെ അഡ്വാൻറ്റേജസ്, പവർ സെന്റർ ടേപ്പ് നമ്മൾ അറിയണം. then കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ് വരുമ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിൾസ്, റിപ്പിൾ വോൾട്ടേജ് മിറ്റിഗേഷൻ, RC ടൈം കോൺസ്റ്റന്റ് ക്രൈറ്റീരിയ, ഫിൽറ്റർ എഫിഷ്യൻസി ഔട്ട്പുട്ട്. then വരുന്ന സെനർ വോൾട്ടേജ് റെഗുലേഷൻ ആണ്. അതിൽ നമ്മൾ ഷണ്ട് റെഗുലേഷൻ ഡിസൈൻ, ലൈൻ ആൻഡ് ലോഡ് റെഗുലേഷൻ, സീരീസ് റെസിസ്റ്റർ കോൺഫിഗറേഷൻ, പവർ ഡിസിപ്പേഷൻ ഒക്കെ അറിഞ്ഞിരിക്കണം. then രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്ന ബേസിക് ഇലക്ട്രിക്കൽ ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സ്, അതിനായിട്ട് ഹിഡൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്സ്. അപ്പൊ ആദ്യം സൂപ്പർ പൊസിഷൻ തിയറം എന്നേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് സോഴ്സസ്, സോഴ്സ് ഡീആക്ടിവേഷൻ, വോൾട്ടേജ് സോഴ്സ് റീപ്ലേസ്മെന്റ്, കറന്റ് സോഴ്സ് റീപ്ലേസ്മെന്റ്, ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്സ് ഒക്കെ നോക്കി വെക്കണം. then തെവനിൻസ് തിയറം വരുമ്പോൾ തെവനിൻസ് ഇക്വലന്റ് വോൾട്ടേജ്, തെവനിൻസ് റെസിസ്റ്റൻസ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഇക്വലന്റ് സർക്യൂട്ട്, നോർട്ടൺ തിയറം വരുമ്പോൾ നോർട്ടൺ കറന്റ്, നോർട്ടൺ റെസിസ്റ്റൻസ്, ഷോർട്ട് സർക്യൂട്ട് കറന്റ്, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നോക്കണം. റെസിപ്രോസിറ്റി തിയറം വരുമ്പോൾ ബൈലാറ്ററൽ നെറ്റ്വർക്കും സോഴ്സ് റെസ്പോൺസ് ഇന്റർചേഞ്ച്, നെറ്റ്വർക്ക് കണ്ടീഷൻ. then മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൽ ലോഡ് മാച്ചിങ് കണ്ടീഷൻ, ഇന്റേണൽ റെസിസ്റ്റൻസ്, പവർ എഫിഷ്യൻസി, മാക്സിമം പവർ കണ്ടീഷൻസ്. then AC ഫണ്ടമെന്റൽസ് ആണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബേസിക് ഇലക്ട്രിക്കലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സിനുസോയിഡൽ വേവ് ഫോംസ്, ആംഗുലാർ ഫ്രീക്വൻസി, സൈക്കിൾ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, പീക്ക് ടു പീക്ക് വാല്യൂ, ഫോം ഫാക്ടർ, ക്രിസ്റ്റ് ഫാക്ടർ ഒക്കെ നോക്കണം. then വേവ് ഫോം പാരാമീറ്റേഴ്സ് വരുമ്പോൾ ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, ഫേസ് ആംഗിൾ, ഫേസ് സീക്വൻസ് റിലേറ്റഡ് ടേംസ് ഒക്കെ നമ്മൾ നോക്കി വെക്കണം. then RMS ആൻഡ് ആവറേജ് വാല്യൂ, ഫോം ഫാക്ടർ, ക്രസ്റ്റ് ഫാക്ടർ, ഇഫക്റ്റീവ് വാല്യൂ, റെക്ടിഫൈഡ് ആവറേജ് വാല്യൂ, ഇതെല്ലാം PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഫോം ഫാക്ടർ, ക്രസ്റ്റ് ഫാക്ടർ ഒക്കെ. അപ്പൊ അതെല്ലാം നമ്മൾ മിസ്സാകാതെ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പിന്നെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള AC ത്രൂ റെസിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. AC ത്രൂ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെ വേണം? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, യൂണിറ്റി പവർ ഫാക്ടർ, ഫേസർ റെപ്രസെന്റേഷൻ, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്റ്റീവ് ലാഗ്, എനർജി സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് ലീഡ്, എനർജി സ്റ്റോറേജ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. then Q ഫാക്ടർ ഓഫ് കോയിൽ, ബാൻഡ് വിഡ്ത്ത്, കോയിൽ ലോസസ്, സെലക്ടിവിറ്റി, ക്വാളിറ്റി ഫാക്ടർ റിലേഷൻഷിപ്പ്. ഇനി റെസൊണൻസ് സർക്യൂട്ട്സ് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. അതിൽ നമ്മൾ നോക്കേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് റെസൊണൻസ് ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത്, സെലക്ടിവിറ്റി, ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്, ഡൈനാമിക് ഇംപിഡൻസ്. then RLC സീരീസ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ, വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ, റെസൊണൻസ് കണ്ടീഷൻ, ഫേസർ ഡയഗ്രം. then RLC പാരലൽ സർക്യൂട്ടിൽ കറന്റ് മാഗ്നിഫിക്കേഷൻ, ആന്റി റെസൊണൻസ്, ഡൈനാമിക് റെസിസ്റ്റൻസ്, അഡ്മിറ്റൻസ്. then റിയാക്ടൻസ് ആൻഡ് ഇംപിഡൻസ് കൺസെപ്റ്റിൽ ഫേസർ ഓൾജിബ്ര, ഇംപിഡൻസ് ട്രയാങ്കിൾ, അഡ്മിറ്റൻസ്, സസെപ്റ്റൻസ്, കണ്ടക്ടൻസ്. then ത്രീ ഫേസ് സിസ്റ്റത്തിൽ ഫേസ് സീക്വൻസ്, ബാലൻസ് ലോഡ്, അൺബാലൻസ് ലോഡ്, പവർ ഇൻ ത്രീ ഫേസ് സർക്യൂട്ട്. ഇനി സ്റ്റാർ കണക്ഷൻ ഉണ്ട്, ഡെൽറ്റ കണക്ഷൻ ഉണ്ട്. അതിൽ ന്യൂട്രൽ വയർ, 3 ഫേസസ് 4 വയർ സിസ്റ്റം, സ്റ്റാർ റിലേഷൻ, 3 ഫേസ് 3 വയർ സിസ്റ്റം, ഡെൽറ്റ റിലേഷൻ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. then ട്രാൻസ്ഫോമറിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ, ടേൺസ് റേഷ്യോ, വോൾട്ടേജ് റേഷ്യോ, കറണ്ട് റേഷ്യോ, EMF ഇക്വേഷൻ, ഇക്വലന്റ് സർക്യൂട്ട്, വോൾട്ടേജ് റെഗുലേഷൻ, എഫിഷ്യൻസി. then ട്രാൻസ്ഫോമർ ലോസസ് എന്ന സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കോപ്പർ ലോസ്, കോർ ലോസ്, ഹിസ്റ്റീരിസിസ് ലോസ്, എഡി കറന്റ് ലോസ്, സ്ട്രേ ലോസ് ഒക്കെ നോക്കി പോകണം. then ഓട്ടോ ട്രാൻസ്ഫോമറിനകത്ത് കോപ്പർ സേവിംഗ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ്. then പവർ ട്രാൻസ്ഫോമറിൽ റേറ്റിംഗ്, കൂളിംഗ് മെത്തേഡ്സ്, വോൾട്ടേജ് റെഗുലേഷൻ, എഫിഷ്യൻസി. DC ജനറേറ്ററിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആർമേച്ചർ വൈൻഡിങ്, പോൾ പിച്ച്, then EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്റർ. അതിലെ പാരലൽ പാർട്സ്, കണ്ടക്ടേഴ്സ്, ഫ്ലക്സ് പെർ പോൾ, ആർമേച്ചർ സ്പീഡ് ഒക്കെ നോക്കിയിട്ടുള്ള. then DC ഷണ്ട് ജനറേറ്ററിൽ സെൽഫ് എക്സൈറ്റേഷൻ, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്, ക്രിട്ടിക്കൽ സ്പീഡ്, വോൾട്ടേജ് ബിൽഡപ്പ്, കമ്മ്യൂട്ടേറ്ററിൽ മെക്കാനിക്കൽ റെക്ടിഫിക്കേഷൻ, കറന്റ് റിവേഴ്സൽ, സ്പാർക്കിംഗ്, ബ്രഷ് കോണ്ടാക്ട്. DC മോട്ടോഴ്സിലെ ബാക്ക് EMF, ടോർക്ക് ഇക്വേഷൻ, മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് ഇക്വേഷൻ. then ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്ററാക്ഷൻ. then ഷണ്ട് മോട്ടോർ വരുമ്പോൾ കോൺസ്റ്റന്റ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് റെഗുലേഷൻ. then സീരീസ് മോട്ടോർ വരുമ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്, നോ ലോഡ് ഓപ്പറേഷൻ. കോമ്പൗണ്ട് മോട്ടോർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിങ്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിങ് ഒക്കെ അറിയണം. then സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോർസ്, അതിൽ റിയോസ്റ്റാറ്റിക് കൺട്രോൾ, ഫ്ലക്സ് കൺട്രോൾ, ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ, വാർഡ് ലിയോനാർഡ് മെത്തേഡ്.
ഓൾട്ടർനേറ്റേഴ്സ് വരുമ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, സിൻക്രണസ് സ്പീഡ്, EMF ഇക്വേഷൻ, റോട്ടർ ടൈപ്പ്, ദെൻ ഫ്രീക്വൻസി ആൻഡ് നമ്പർ ഓഫ് പോൾസിൽ സിൻക്രണസ് സ്പീഡ്, പോൾ പെയർ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, റോട്ടർ കറണ്ട്, റോട്ടർ ഫ്രീക്വൻസി, എയർ ഗ്യാപ് ഫ്ലക്സ്, ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കി പോകണം. ദെൻ സ്ക്യൂറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൽ റോട്ടർ ബാർസ്, end rings, rotor construction, then slip ring induction motor, rotor resistance control, slip rings, external resistance. Starting of AC motors syllabus പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് അറിയണം, സ്റ്റാർട്ടിംഗ് കറണ്ട്, DOL സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ദെൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് നമ്മൾ ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി, കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ, സ്പ്ലിറ്റ് ഫേസ് മോട്ടർ, ദെൻ യൂണിവേഴ്സൽ സ്റ്റെപ്പർ മോട്ടറിൽ AC or DC ഓപ്പറേഷൻ, ഹൈ സ്പീഡ് ഓപ്പറേഷൻ, സ്റ്റെപ്പ് ആംഗിൾ, പൾസ് കൺട്രോൾ, റെസൊല്യൂഷൻ, പൊസിഷൻ കൺട്രോൾ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് വരുന്നത്. മൊഡ്യൂൾ 3 ആദ്യത്തെ ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കോൺഫിഗറേഷൻ, കോമൺ ബേസ് ആൻഡ് കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, ബയാസിങ്, ഫെറ്റ്, ജെഫെറ്റ്, മോസ്ഫെറ്റ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ഇത്രയും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ സബ് പാർട്ട് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 സെക്കൻഡ് പാർട്ട് വരുന്ന പവർ ഇലക്ട്രോണിക്സ് ആൻഡ് സപ്ലൈ കൺസെപ്റ്റ് ആണ്. ഇതിൽ തൈറസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഡ്രൈവ് ആൻഡ് ഹീറ്റിംഗ്, പവർ സപ്ലൈസിലെ റെഗുലേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് സിസ്റ്റംസ് വരുന്നുണ്ട്. ഇതിലെ മെയിൻ ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഹിഡൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നോക്കാം. ആദ്യത്തേത് ട്രാൻസിസ്റ്റേഴ്സിലെ കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ പറയുന്നുണ്ട്. അപ്പോൾ കോമൺ ബേസിൽ നമ്മൾ ഇൻപുട്ട് കറന്റ് ഗെയിൻ, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ആക്റ്റീവ് റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ ഒക്കെ നോക്കാം. കോമൺ എമിറ്ററിൽ കറന്റ് ഗെയിൻ ബീറ്റ, ഫേസ് റിവേഴ്സൽ, ട്രാൻസ് കണ്ടക്ടൻസ്, ആക്റ്റീവ് റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ. കോമൺ കളക്ടർ വരുമ്പോൾ എമിറ്റർ ഫോളോവർ, വോൾട്ടേജ് ഫോളോവർ, കറന്റ് ആംപ്ലിഫിക്കേഷൻ, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് റീജിയനെ പറ്റി നോക്കണം, ഡൈനാമിക് റെസിസ്റ്റൻസ് നോക്കണം, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്, ഓപ്പറേറ്റിംഗ് ലിമിറ്റ്സ്, കറന്റ് റിലേഷൻ വരുന്ന സമയത്ത് ആൽഫ ബീറ്റ റിലേഷൻ, ലീക്കേജ് കറന്റിന്റെ കമ്പോണൻസ്, കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ കമ്പാരിസൺ ആണ്. അതിൽ ഇൻപുട്ട് ഇമ്പിഡൻസിന്റെ കമ്പാരിസൺ നോക്കണം, ഔട്ട്പുട്ട് ഇമ്പിഡൻസിന്റെ കമ്പാരിസൺ നോക്കണം, പവർ ഗെയിന്റെ കമ്പാരിസൺ, ഫേസ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് PSCയുടെ പല എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ നോക്കി വെക്കണം. കറന്റ് ഗെയിൻ ആൻഡ് വോൾട്ടേജ് ഗെയിനിൽ പവർ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് കൺസെപ്റ്റ്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ദെൻ ട്രാൻസിസ്റ്റർ ബയാസിംഗിൽ തെർമൽ സ്റ്റെബിലിറ്റി, സ്റ്റെബിലൈസേഷൻ ഫാക്ടർ, തെർമൽ റൺ അവേ, ക്യൂ പോയിന്റ് സ്റ്റെബിലിറ്റി ഒക്കെ നോക്കാം. ഇനി അടുത്ത DC ലോഡ് ലൈനിൽ സാച്ചുറേഷൻ പോയിന്റ്, കട്ട് ഓഫ് പോയിന്റ്, ആക്റ്റീവ് റീജിയൻ, ക്യൂ പോയിന്റ് ഷിഫ്റ്റിംഗ്, ബയാസിംഗ് മെത്തേഡ് വരുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയാസിംഗ് മെത്തേഡ്സ്. അതിൽ നമ്മൾ ഫിക്സഡ് ബയാസ് അറിയണം, കളക്ടർ ടു ബേസ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, എമിറ്റർ ബയാസ്. ഇനി കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപാസ് കപ്പാസിറ്റർ, ഫ്രീക്വൻസി റെസ്പോൺസ്, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, പവർ ആംപ്ലിഫിക്കേഷൻ കൺസെപ്റ്റ് ഒക്കെ നോക്കുക. ദെൻ JFET പിഞ്ച് ഓഫ് വോൾട്ടേജ്, ഡ്രെയിൻ കറണ്ട്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഷോക്ക് ലീസ് ഇക്വേഷൻ, then P channel and N channel JFET carrier flow, channel conductivity, bias polarity. ഇനി FET versus BJT വരുമ്പോൾ നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ്, നോയിസ് പെർഫോമൻസ്, തെർമൽ സ്റ്റെബിലിറ്റി, പവർ കൺസപ്ഷൻ ഒക്കെ നോക്കുക. ഇനി JFET പാരാമീറ്റേഴ്സിൽ ട്രാൻസ് കണ്ടക്ടൻസ്, ഡ്രെയിൻ റെസിസ്റ്റൻസ്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, പിച്ച് ഓഫ് വോൾട്ടേജ്. ഇനി മോസ്ഫെറ്റ് പറയുന്നുണ്ട്. അതിൽ ഗേറ്റ് ഇൻസുലേഷൻ, ത്രഷോൾഡ് വോൾട്ടേജ്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ബോഡി ഇഫക്റ്റ്. ദെൻ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് വരുമ്പോൾ നോർമലി ഓൺ ഓപ്പറേഷൻ, ചാനൽ ഡിപ്ലീഷൻ. ദെൻ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് വരുമ്പോൾ നോർമലി ഓഫ് ഓപ്പറേഷൻ, ദെൻ ചാനൽ എൻഹാൻസ്മെന്റ്, ഗേറ്റ് കറന്റ്, ഇൻപുട്ട് ഇമ്പിഡൻസ്, സ്വിച്ചിങ് സ്പീഡ്. ഇനി JFET വെർസസ് മോസ്ഫെറ്റ് കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇനി UJT വരുന്നുണ്ട്. അതിന്റെ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ, പീക്ക് പോയിന്റ് വോൾട്ടേജ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, റിലാക്സേഷൻ ഓസിലേറ്റർ. ഇനി UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ പീക്ക് പോയിന്റ്, വാലി പോയിന്റ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഫോട്ടോ റെസിസ്റ്റേഴ്സ്. ഓരോ കൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വാക്ക് മാത്രമായിരിക്കും സിലബസിൽ മെയിൻ ടോപ്പിക്ക് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഹിഡൻ ടോപ്പിക്കുകളൊക്കെ എഴുതി വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നോക്കി പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഫോട്ടോ കണ്ടക്ടിവിറ്റി, ഡാർക്ക് റെസിസ്റ്റൻസ്, സ്പെക്ട്രൽ റെസ്പോൺസ്, ഫോട്ടോ ഡയോഡ് വരുമ്പോൾ റിവേഴ്സ്
ബയാസ് ഓപ്പറേഷൻ, റെസ്പോൺസിവിറ്റി, ഡാർക്ക് കറണ്ട്, ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സിൽ ഒപ്റ്റിക്കൽ കറണ്ട് ഗെയിൻ, സെൻസിറ്റിവിറ്റി, സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സും, ദെൻ ഫോട്ടോ വോൾട്ടിക് സെല്ലിൽ സോളാർ കൺവേർഷൻ എഫിഷ്യൻസി, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, പിന്നെ LED അതിലെ ഫോർവേഡ് വോൾട്ടേജ്, ലൂമിനസ് എഫിഷ്യൻസി, വേവ് ലെങ്ത്, ബ്രൈറ്റ്നസ് ക്യാരക്ടറിസ്റ്റിക്സ്. LCD വരുമ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഓപ്പറേഷൻ, ബാക്ക് ലൈറ്റിംഗ്, സെഗ്മെന്റ് ഡിസ്പ്ലേ, ഒക്ടോ കപ്ലറിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ, സിഗ്നൽ കപ്ലിംഗ്, ഐസൊലേഷൻ വോൾട്ടേജ്. SCR വരുമ്പോൾ അതിന്റെ ട്രിഗറിംഗ് മെത്തേഡ്സ്, ഹോൾഡിംഗ് കറണ്ട്, ലാച്ചിങ് കറണ്ട്, ഫോർവേഡ് ബ്ലോക്കിംഗ്, റിവേഴ്സ് ബ്ലോക്കിംഗ് കൺസെപ്റ്റ് ഒക്കെ അറിയണം. SCR മെത്തേഡ്സ് ഒക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിൻ ടോപ്പിക്സിൽ ജസ്റ്റ് ആ ഒരു വേർഡ് മാത്രം നോക്കിപ്പോയാൽ നമുക്ക് പരീക്ഷ ഒരിക്കലും ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതുമായി ബന്ധപ്പെട്ട പല എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഡെപ്ത് സിലബസ് അനാലിസിസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ ഇതെല്ലാം നിർബന്ധമായി കവർ ചെയ്ത് പോവുക. ഇനി ഡയാക്ക് ട്രയാക്ക് വരുന്നുണ്ട്. Then commutation circuits natural commutation, forced commutation, class AF commutation, DC motor drives speed control, armature control, closed loop control, LVDT differential output, sensitivity, linear displacement measurement, then induction heating eddy current heating, high frequency operation, dielectric heating dielectric loss, RF heating principle, integrated circuit technology monolithic IC, hybrid IC, thin film IC, thin film, then SMD technology വരുന്നുണ്ട്, surface mounting process, അതിന്റെ package codes, PCB density, power supply rectification, filtering, regulation, ripple reduction ഒക്കെ നോക്കണം. voltage regulation വരുമ്പോൾ percentage regulation, regulation characteristics, line regulation input voltage variation effect, load regulation വരുമ്പോൾ load current variation effect, shunt voltage regulatorനകത്ത് current bypass action, regulation characteristics ഒക്കെ നോക്കണം. series voltage regulator വരുമ്പോൾ fast transistor, error sensing, feedback control, fixed power supply, constant voltage operations ഒക്കെ നോക്കി പോകണം. Then variable power supply വരുമ്പോൾ adjustable output voltage, reference control, protection circuit വരുമ്പോൾ over current protection, over voltage protection, short circuit protection, then current limiting, constant current limiting, fallback limiting, അതിൽ fallback characteristics, reduced fault current, SMPS high frequency switching, PWM control, switching losses, efficiency, then UPS ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ, അതിൽ ട്രാൻസ്ഫർ ടൈം, ബാറ്ററി ബാക്കപ്പ്, ഇൻവെർട്ടർ ഓപ്പറേഷൻ, ചാർജർ സർക്യൂട്ട്. ഇനി അടുത്തത് ഇലക്ട്രോണിക് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്, 4ാമത്തെ മൊഡ്യൂൾ ആണ്. അത് സിലബസിൽ മീറ്റർ ആൻഡ് ബ്രിഡ്ജസ് വരുന്നുണ്ട്, അനലോഗ് മീറ്റേഴ്സ്, ഡിജിറ്റൽ മീറ്റേഴ്സ്, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്, ക്യൂ മീറ്റർ, ദെൻ സിഗ്നൽസ് ആൻഡ് ഓസിലോസ്കോപ്പിൽ CR, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, സിഗ്നൽ ജനറേറ്റർ, ഡേറ്റ അക്വിസിഷനിൽ ചാർട്ട് റെക്കോർഡർ, ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം ആണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോന്നിന്റെയും അതിനകത്ത് അനലോഗ് മീറ്റേഴ്സ്, ഡിജിറ്റൽ മീറ്റേഴ്സ്, ഇതിലൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് നോക്കാം. അനലോഗ് മീറ്റേഴ്സ് നോക്കുമ്പോൾ PMMC മെഷർമെന്റ്സ്, മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്, ഇലക്ട്രോ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെന്റ്, മീറ്റർ സെൻസിറ്റിവിറ്റി, അക്യുറസി, പ്രിസിഷൻ, റെസൊല്യൂഷൻ, ലോഡിംഗ് ഇഫക്റ്റ്, സ്കെയിൽ ലീനിയാരിറ്റി, ഡാമ്പിംഗ് മെത്തേഡ്സ്, ഇൻസ്ട്രുമെന്റൽ ഇറർ. ഡിജിറ്റൽ മീറ്റേഴ്സ് വരുമ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ, സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ, റെസൊല്യൂഷൻ, അക്യുറസി, ഇൻപുട്ട് ഇംപുഡൻസ്, ഓട്ടോ റേഞ്ചിങ്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഡിസ്പ്ലേ കൗണ്ട്. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് വരുമ്പോൾ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ, നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ്, സെൻസിറ്റിവിറ്റി ഓഫ് ബ്രിഡ്ജ്, ബ്രിഡ്ജ് ഇറേഴ്സ്, സ്ട്രെയിൻ മെഷർമെന്റ് ആപ്ലിക്കേഷൻ. ക്യൂ മീറ്റേഴ്സ് വരുമ്പോൾ റെസൊണൻസ് മെത്തേഡ്, കോയിൽ ക്വാളിറ്റി ഫാക്ടർ മെഷർമെന്റ്, സെലക്ടിവിറ്റി, ബാൻഡ് വിഡ്ത്ത്, ഡിസ്ട്രിബ്യൂട്ടഡ് കപ്പാസിറ്റൻസ് ഇഫക്റ്റ്, ഹൈ ഫ്രീക്വൻസി മെഷർമെന്റ് ഒക്കെ നോക്കണം. ദെൻ CRO, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, അതിൽ CRT, ഇലക്ട്രോൺ ഗൺ, ഡിഫ്ലക്ഷൻ സിസ്റ്റം, ടൈം ബേസ് സർക്യൂട്ട്, ട്രിഗറിംഗ് സിൻക്രണൈസേഷൻ, ഡിസാജസ് പാറ്റേൺ, ഫ്രീക്വൻസി മെഷർമെന്റ്, ഫേസ് മെഷർമെന്റ്, വോൾട്ടേജ് മെഷർമെന്റ്, ബാൻഡ് വിഡ്ത്ത്, സിഗ്നൽ ജനറേറ്ററിൽ ഓസിലേറ്ററി സർക്യൂട്ട്, ഫ്രീക്വൻസി റേഞ്ച്, വേവ് ഷേപ്പിംഗ്, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, മോഡുലേഷൻ capability, function generator, audio generator, RF generator ഒക്കെ നോക്കണം. ദെൻ റെക്കോർഡർ വരുമ്പോൾ സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ, XY റെക്കോർഡർ, ഡേറ്റ ലോഗിംഗ്, റെക്കോർഡിംഗ് മെക്കാനിസം, ഡൈനാമിക് റെസ്പോൺസ്, ദെൻ ഡേറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൽ സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, സിഗ്നൽ കണ്ടീഷനിങ്, മൾട്ടിപ്ലെക്സിംഗ്, സാമ്പിളിംഗ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡേറ്റ ലോഗിംഗ്, റിയൽ ടൈം മോണിറ്ററിംഗ്, കമ്പ്യൂട്ടർ ഇന്റർഫേസ്, ഇത്രയും കാര്യങ്ങൾ അറിയണം. പിന്നെ 5ാമത്തെ മൊഡ്യൂൾ വരുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ പാർട്ടിൽ വരുന്ന സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ഓപ്പാമിന്റെ ബേസിക്സ്,
അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്, വിർച്വൽ ഗ്രൗണ്ട്, ഓഫ്സെറ്റ്, വോൾട്ടേജ് ഓഫ് കറണ്ട്, CMRR, സ്ലൂ റേറ്റ്, ഐഡിയൽ വേഴ്സസ് ആക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, ലീനിയർ കോൺഫിഗറേഷനിൽ ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് ഫോളോവേഴ്സ്, കമ്പാരറ്റേഴ്സ്, ഡിഫറൻസസ്, സമ്മിംഗ് ആംപ്ലിഫയേഴ്സ്, ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ. ദെൻ നോൺ ലീനിയർ സർക്യൂട്ടിൽ സീറോ ക്രോസിംഗ്, ലെവൽ ഡിറ്റക്ടർ, ഷ്മിറ്റ് ട്രിഗർ, വിൻഡോ ഡിറ്റക്ടർ, ലോഗ് ഓർ ആന്റി ലോഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയേഴ്സ്. ഇനി ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിൽ തന്നെ ആ ഒരു മൊഡ്യൂളിൽ അടുത്ത സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് കൺവേർട്ടേഴ്സും ഫിൽറ്റേഴ്സും. അതിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിൽ R2R ലാഡർ ടൈപ്പ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, ADC കൗണ്ടർ ടൈപ്പ്, ഡ്യുവൽ സ്ലോപ്പ് സക്സസീവ് അപ്രോക്സിമേഷൻ, ഫ്ലാഷ് ADCs. ദെൻ റെക്ടിഫയേഴ്സിൽ ഹാഫ് ഓർ ഫുൾ വേവ്, പ്രിസിഷൻ റെക്ടിഫയേഴ്സ്. ഫിൽറ്റേഴ്സ് വരുമ്പോൾ ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ. ഓസിലേറ്റേഴ്സ് ആൻഡ് ടൈമേഴ്സിൽ അതിൽ തന്നെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ്, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ട്രയാങ്കുലർ വേവ് ജനറേറ്റർ, then PLL, phase lock loop, principle of operation, lock and capture range, VCO, then IC 555 timers in the working, astable and monostable multi vibrators. ഇതിലെ മെയിൻ ടോപ്പിക്സ് നമ്മളിപ്പം ചർച്ച ചെയ്തു. അതിൽ ഹിഡൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്, ഇപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ടോപ്പിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം? ഡിഫറൻഷ്യൽ ഗെയിൻ, കോമൺ മോഡ് ഗെയിൻ, ഡിഫറൻഷ്യൽ മോഡ് ഓപ്പറേഷൻ, കോമൺ മോഡ് ഓപ്പറേഷൻ, ടെയിൽ കറന്റ് സോഴ്സ്, ഇൻപുട്ട് സിമെട്രി. ദെൻ ഒപ്പാമിന്റെ പാരാമീറ്റേഴ്സ് പറയുമ്പോൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ക്ലോസ് ലൂപ്പ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്, യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത്, ഫ്രീക്വൻസി റെസ്പോൺസസ്. ദെൻ വിർച്വൽ ഗ്രൗണ്ടിൽ വിർച്വൽ ഷോർട്ട് കൺസെപ്റ്റ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓപ്പറേഷൻ, ഇൻപുട്ട് ഓഫ്സെറ്റ് പാരാമീറ്റേഴ്സ് വരുമ്പോൾ ഓഫ്സെറ്റ് നള്ളിംഗ്, ടെമ്പറേച്ചർ ഡ്രിഫ്റ്റ്, ഓഫ്സെറ്റ് കോമ്പൻസേഷൻ, CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഡിഫറൻഷ്യൽ ആംപ്ലിഫിക്കേഷൻ എഫിഷ്യൻസി, സ്ലൂ റേറ്റിൽ ഫുൾ പവർ ബാൻഡ്വിഡ്ത്ത്, ലാർജ് സിഗ്നൽ റെസ്പോൺസ്, സ്ലൂ റേറ്റിന്റെ ഡിസ്റ്റോർഷൻസ് ഒക്കെ നോക്കണം. ദെൻ ഐഡിയൽ വേഴ്സസ് പ്രാക്ടിക്കൽ ഒപ്പാം വരുമ്പോൾ ഇൻഫൈനൈറ്റ് ഗെയിൻ അസംഷൻ, ഇൻഫൈനൈറ്റ് ബാൻഡ്വിഡ്ത്ത്, ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ്, സീറോ ഔട്ട്പുട്ട് ഇംപിഡൻസ്, അതിന്റെ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വരുമ്പോൾ ക്ലോസ് ലൂപ്പിന്റെ ഗെയിൻ, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഫേസ് റിവേഴ്സൽ, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വരുമ്പോൾ ക്ലോസ് ലൂപ്പ് ഗെയിൻ, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, ഫീഡ്ബാക്ക് ഫാക്ടേഴ്സ്, വോൾട്ടേജ് ഫോളോവേഴ്സിൽ യൂണിറ്റി ഗെയിൻ ബഫർ, ഇംപിഡൻസ് മാച്ചിങ്, ഐസൊലേഷൻ സർക്യൂട്ട്. കമ്പാരേറ്റർ വരുമ്പോൾ ഓപ്പൺ ലൂപ്പ് ഓപ്പറേഷൻ, സാച്ചുറേഷൻ ലെവൽ, ത്രെഷോൾഡ് കമ്പാരിസൺ. ഡിഫറൻസ് ആംപ്ലിഫയേഴ്സിൽ കോമൺ മോഡ് സിഗ്നൽ റിജക്ഷൻ, പ്രിസിഷൻ സബ്ട്രാക്ഷൻ. ദെൻ സമ്മിങ്ങിന്റെ വെയിറ്റഡ് സമ്മിങ്, ആവറേജിങ് ആംപ്ലിഫയേഴ്സ്. ഇന്റഗ്രേറ്റർ വരുമ്പോൾ റാമ്പ് ജനറേഷൻ, ഫ്രീക്വൻസി റെസ്പോൺസ് ലിമിറ്റേഷൻ, ഡ്രിഫ്റ്റ് പ്രോബ്ലം. ഡിഫറൻഷിയേറ്റേഴ്സിൽ വേവ് ഷേപ്പിംഗ്, നോയിസ് ആംപ്ലിഫിക്കേഷൻ, ഫ്രീക്വൻസി കോമ്പൻസേഷൻ. ദെൻ സീറോ ക്രോസിംഗ് ഡിറ്റക്ടേഴ്സിൽ റഫറൻസ് ലെവൽ ഡിറ്റക്ഷൻ, വേവ് ഫോം കൺവേർഷൻ. വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടേഴ്സ് വരുമ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് സെറ്റിംഗ്, സ്വിച്ചിങ് ലെവൽ, ഹിസ്റ്റീരിസിസ്, അപ്പർ ത്രെഷോൾഡ് പോയിന്റ്, ലോവർ ത്രെഷോൾഡ് പോയിന്റ്, നോയിസ് ഇമ്മ്യൂണിറ്റി. ഇതെല്ലാം നമ്മൾ നോക്കി വെക്കണം. ദെൻ വിൻഡോ ഡിറ്റക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ അപ്പർ ലിമിറ്റ് ഡിറ്റക്ഷൻ, ലോവർ ലിമിറ്റ് ഡിറ്റക്ഷൻ, ഡ്യുവൽ കമ്പാരേറ്റർ ആക്ഷൻ. ദെൻ ലോഗ് ആംപ്ലിഫയേഴ്സിൽ എക്സ്പോണൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഡൈനാമിക് റേഞ്ച് കംപ്രഷൻ. ദെൻ ആന്റി ലോഗ് ആംപ്ലിഫയർ വരുമ്പോൾ എക്സ്പോണൻഷ്യൽ ജനറേഷൻ, സിഗ്നൽ എക്സ്പാൻഷൻ. ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയേഴ്സിൽ ഹൈ CMRR, ലോ നോയിസ് ആംപ്ലിഫിക്കേഷൻ, സെൻസർ ഇന്റർഫേസിംഗ്, ഗെയിൻ അഡ്ജസ്റ്റ്മെന്റ്. ദെൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള R2R ലാഡർ ആണ്. അതിന്റെ റെസൊല്യൂഷൻ അറിയണം, സ്റ്റെപ്പ് സൈസ്, ക്വാണ്ടൈസേഷൻ, സെറ്റിലിംഗ് ടൈം, അക്യൂറസി. ദെൻ കൗണ്ടർ ടൈപ്പ് ADCയിലെ കൺവേർഷൻ ടൈം, ക്ലോക്ക് ഡിപ്പെൻഡൻസി, ഡിജിറ്റൽ റാമ്പ് മെത്തേഡ്. ദെൻ ഡ്യുവൽ സ്ലോപ്പ് ADC വരുമ്പോൾ ഇന്റഗ്രേഷൻ പീരീഡ്, നോയിസ് റിജക്ഷൻ, അക്യൂറസി ഇംപ്രൂവ്മെന്റ്. ദെൻ സക്സസീവ് അപ്രോക്സിമേഷൻ ADC വരുമ്പോൾ SAR രജിസ്റ്റർ, കൺവേർഷൻ അൽഗോരിതം, കൺവേർഷൻ സ്പീഡ്. ദെൻ ഫ്ലാഷ് ADCയിലെ കമ്പാരേറ്റർ അറേ, എൻകോഡിംഗ് ലോജിക്, ഹൈ സ്പീഡ് കൺവേർഷൻ. പ്രിസിഷൻ റെക്ടിഫയറിൽ ഡയോഡ് കോമ്പൻസേഷൻ, ലോ ലെവൽ സിഗ്നൽ റെക്ടിഫിക്കേഷൻ. ആക്റ്റീവ് ഫിൽറ്റേഴ്സിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി, റോൾ ഓഫ് റേറ്റ്, പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ്. ദെൻ സെലക്ടിവിറ്റി. ലോ പാസ് ഫിൽറ്ററിൽ ബാൻഡ് വിഡ്ത്തിന്റെ ലിമിറ്റേഷൻ, ഫ്രീക്വൻസി അറ്റൻവേഷൻ. ഹൈ പാസ് ഫിൽറ്റർ വരുമ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, സിഗ്നൽ കപ്ലിംഗ് അറിയണം. ബാൻഡ് പാസ് ഫിൽറ്ററിൽ സെന്റർ ഫ്രീക്വൻസി, ക്വാളിറ്റി ഫാക്ടർ, ബാൻഡ്വിഡ്ത്ത് കൺസെപ്റ്റ്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ നോക്കുന്ന സമയത്ത് ബർക്കോഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ വരുമ്പോഴോ ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ, ഫ്രീക്വൻസി സ്റ്റെബിലൈസേഷൻ നോക്കണം. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഡ്യൂട്ടി സൈക്കിൾ, ഓസിലേഷൻ ഫ്രീക്വൻസി, പൾസ് ജനറേഷൻ. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വരുമ്പോൾ പൾസ് വിഡ്ത്ത്, ട്രിഗറിംഗ് മെക്കാനിസം, ടൈം ഡിലേ ജനറേഷൻ. ട്രയാങ്കുലർ വേവ് ജനറേറ്റർ വരുമ്പോൾ സ്ക്വയർ ടു ട്രയാങ്കിൾ കൺവേർഷൻ, റാമ്പ് ജനറേഷൻ. ഇനി ഫേസ് ലോക്ക് ലൂപ്പ് വരുമ്പോൾ ഫേസ് ഡിറ്റക്ടർ, ലൂപ്പ് ഫിൽറ്റർ, ഫ്രീക്വൻസി സിൻക്രണൈസേഷൻ. ദെൻ
ലോക്ക് റേഞ്ച് വരുമ്പോൾ ഫ്രീക്വൻസി ലോക്കിംഗ്, ക്യാപ്ചർ റേഞ്ചിൽ ഫ്രീക്വൻസി ട്രാക്കിംഗ് റേഞ്ച്, ഫ്രീക്വൻസി അക്വിസിഷൻ റേഞ്ച്, PLLന്റെ ആപ്ലിക്കേഷൻ, ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ, ഫ്രീക്വൻസി സിന്തസിസ്, ഡിമോഡുലേഷൻ, ക്ലോക്ക് റിക്കവറി, ഇനി VCO, ഫ്രീക്വൻസി കൺട്രോൾ സെൻസിറ്റിവിറ്റി, കൺട്രോൾ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്, എല്ലാം 566 ടൈമർ വരുമ്പോൾ വോൾട്ടേജ് കൺട്രോൾ, ഫ്രീക്വൻസി ജനറേഷൻ, വേവ് ഫോം ജനറേഷൻ, IC555 ടൈമർ, ത്രെഷോൾഡ് കമ്പറേറ്റർ, ട്രിഗർ കമ്പറേറ്റർ, ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ, then flip-flop operation, 555 astable circuit, duty cycle, frequency control, pulse generation, 555 monostable circuit വരുമ്പോൾ time period determination, trigger pulse operation ഒക്കെ നോക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ സിലബസിൽ ടോട്ടലായിട്ട് 10 മൊഡ്യൂളാണ് വരുന്നത്. ആദ്യത്തെ 5 മൊഡ്യൂളാണ് നോക്കിയത്. നമ്മൾ കംപ്ലീറ്റ് 10 മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും. അപ്പൊ റിമൈനിങ് 5 മൊഡ്യൂൾസ് നമുക്ക് കമ്മിങ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫർദർ അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ വർഷം തന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേഷൻ നേരത്തെ ബിഗിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി TechPSC ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. TechPSCയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് TechPSCയുടെ ആപ്പ് ത്രൂ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. TechPSCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഈ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ്, ടോപ്പിക് വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ്, ഇൻഡിവിജ്വൽ മെന്റൽ സപ്പോർട്ടും കിട്ടും. അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വർക്ക്ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TechPSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.